Welcome to another video of Computer Science Hub. Our subject problem solving using C. This is the part 2 video of our topic functions in C. In our previous video, we have discussed the basics of functions, what is a function, function declaration, function prototype, function definition, how to call a function, etc. Okay. In this video, we are discussing about the arguments in a function, how to pass arguments, and different methods in passing arguments like call by value method and call by reference method. Then how to pass arrays as arguments. These are the important topics. So let's start. Arguments of functions. Functions have arguments or parameters for getting data for processing. സോ നമ്മളൊരു ഫംഗ്ഷൻ്റെ സ്ട്രക്ചർ നമ്മൾ കണ്ടു അല്ലേ? ഫംഗ്ഷൻ്റെ സ്ട്രക്ചറിൽ ജനറൽ സ്ട്രക്ചർ ഓഫ് എ ഫംഗ്ഷൻ ഡെഫിനേഷൻ നമ്മൾ കണ്ടായിരുന്നു. റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ദെൻ വിതിൻ പരാന്തസിസ് പാരാമീറ്റർ ലിസ്റ്റ്, റൈറ്റ്? സോ പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ആ ഫംഗ്ഷൻ ഒരു പെർട്ടിക്കുലർ ഡാറ്റ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ പെർഫോം ചെയ്യാനായിട്ടായിരിക്കും. അതിന് വേണ്ട സപ്ലിമെൻറ്റ്സ് ആണ് അല്ലേ? ആ ഒരു ഫംഗ്ഷൻ ഇപ്പോൾ ഒരു അഡീഷന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ രണ്ട് നമ്പർ അതിന് വേണ്ടിയുള്ള ഇൻപുട്ടാണ് കൊടുക്കുന്നത്. രണ്ട് നമ്പേഴ്സാണ് ഫംഗ്ഷനിൽ പാരാമീറ്റേഴ്സ് ആയിട്ട് പാസ് ചെയ്യുന്നത്. അതുപോലെ ഏത് പെർട്ടിക്കുലർ ഓപ്പറേഷൻ ആണോ ആ ഫംഗ്ഷൻ ചെയ്യേണ്ടത് അതിന് വേണ്ട ഡാറ്റാസ് ആണ് നമ്മൾ പാരാമീറ്റേഴ്സ് ആയിട്ട് സപ്ലൈ ചെയ്യുന്നത്. ഒരു സിമ്പിൾ ഫംഗ്ഷനാണിത് കേട്ടോ. അതൊന്ന് നോക്കുക. ഫ്ലോട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ്. Simple interest എന്നാണ് നമ്മളുടെ ഫംഗ്ഷൻ്റെ പേര്. ആൻഡ് ഇറ്റ്സ് റിട്ടേൺ ടൈപ്പ് ഇസ് ഫ്ലോട്ട് ആൻഡ് ഇറ്റ് ഹാവ് 3 parameters or 3 arguments. They are P and R. P and N are of int type and R is of float type. So this is an equation. This is a function for calculating simple interest, and we know the formula PNR by 100 is the rate. So here float amount AMT. Amount mean AMT കൊടുത്തിട്ടുണ്ട്. Then AMT is equal to, how to calculate this amount is equal to P into N into R divided by 100. അപ്പോൾ അതാണ് ഫോർമുല. ദെൻ റിട്ടേൺ AMT. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത് ഫംഗ്ഷന് പാരാമീറ്റേഴ്സ് ഉണ്ട് PNR. ഇതാണ് പാരാമീറ്റേഴ്സ്. ദെൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാണ്. എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ P into N into R by 100 ചെയ്യാം. അപ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടി. ഈ എമൗണ്ട് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. റിട്ടേൺ AMT. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ്റെ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ മെയിൻ ഫംഗ്ഷൻ ഒന്നും നോക്കണില്ല. ഇനി ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാനുള്ള ഒരു 2 ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് ഫംഗ്ഷൻ കോളിംഗ് ആണ് ഇവിടെ അടുത്തത്. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്തായാലും വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടല്ലേ, അതുകൊണ്ട് നമുക്ക് ആ വാല്യൂ സ്റ്റോർ ചെയ്യാനൊരു വേരിയബിൾ വേണം. അപ്പോൾ അത് ബൈ മിസ്റ്റേക്ക് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇറ്റ്സ് നോട്ട് ഇൻറ്റ്, ഫ്ലോട്ട് ആണ് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ കണ്ടല്ലോ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഫ്ലോട്ടാണ്. ഫ്ലോട്ടാണ് ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഫ്ലോട്ട് എന്നാണ് കൊടുക്കേണ്ടത്. ഞാനത് ബൈ മിസ്റ്റേക്ക് ഇൻറ്റ് എന്ന് എഴുതിയിട്ടുള്ളതാണ് കേട്ടോ. അതിപ്പോൾ തന്നെ കറക്റ്റ് ചെയ്യാം. ഇൻറ്റ് അല്ല, ഇവിടെ ഫ്ലോട്ട് എന്നുള്ള രണ്ടിടത്തും ഫ്ലോട്ട് എന്നുള്ള വേരിയബിളിലോട്ടാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. സോ ഫ്ലോട്ട്, അപ്പോൾ ഞാൻ PDF ആഡ് ചെയ്തിട്ടുള്ളതിൽ ചിലപ്പോൾ ഇൻറ്റ് എന്നായിരിക്കും കേട്ടോ. അതൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഫ്ലോട്ട് ഈസ് ഈക്വൽ ടു സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ്, ആദ്യത്തെ നോക്കാം കേട്ടോ. ഫസ്റ്റ് ടൈപ്പ് ഫംഗ്ഷൻ കോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് 1000,3,2. ഇതാണ് ഒരു ടൈപ്പ് ഫംഗ്ഷൻ കോൾ. അതായത് ഇപ്പോൾ എന്തുണ്ടായത്, നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ള, അതായത് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ട പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നു, ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നു. ദീസ് ആർ ദ ആർഗ്യുമെൻറ്റ്സ് 1000, 3, 2. ദെൻ ഈ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുമ്പോൾ എന്താ ആക്ച്വലി നടക്കുന്നത്, ഈ ആർഗ്യുമെൻറ്റ്സ് ആണ് ഈ ഫംഗ്ഷനിലോട്ട് പോകുന്നത് അല്ലേ. ഈ ഫംഗ്ഷൻ്റെ പാരാമീറ്റേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്, PN R എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും കറസ്പോണ്ടിങ്ങിലോട്ട് അസൈൻഡ് ആവും. അതായത് Pൻ്റെ വാല്യൂ 1000 ആവും, Nൻ്റെ വാല്യൂ ഇസ് 3 ആൻഡ് ഫോർ R ഇറ്റ് ഇസ് 2. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇമ്മീഡിയറ്റ് വാല്യൂസ് കൊടുക്കുന്നതാണ് ഒരു മെത്തേഡ്. ആൻഡ് സെക്കൻഡ് മെത്തേഡിൽ നമുക്ക് വേണമെങ്കിൽ XYZ 3 വേരിയബിൾസ് ഞാൻ യൂസ് ചെയ്യുന്നു. അതിൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് വേണമെങ്കിൽ യൂസറിൻ്റെ നിന്ന് ഇൻപുട്ട് ചെയ്യാം. സ്കാനഫ് എല്ലാം വെച്ചിട്ട് എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെ ഒക്കെ വാല്യൂസ് എടുക്കാം. എന്നിട്ട് ആ വാരിയബിൾസ് നമ്മൾ പാസ് ചെയ്യുന്നു. സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് XYZ. സോ ഹിയർ സെയിം തന്നെ, ദ വാല്യൂ ഓഫ് X is copied to P, വാല്യൂ ഓഫ് Y is copied to N and വാല്യൂ ഓഫ് Z is copied to R. സോ ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ കോളും ഫംഗ്ഷൻ ഡെഫിനേഷൻ്റെയും വർക്കിംഗ് വരുന്നത്. ഈ ആർഗ്യുമെൻറ്റ്സ് പാസിങ്ങിൻ്റെ വർക്കിംഗ് വരുന്നത് ഇങ്ങനെയാണ്. വെൻ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് എക്സിക്യൂട്ടഡ്, അപ്പോൾ ഈ ഫംഗ്ഷൻ കോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, വാല്യൂസ് 1000, 3, 2 ആർ പാസ്ഡ് ടു ദ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് ഇൻ ദ ഫംഗ്ഷൻ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു. ദ ആർഗ്യുമെൻറ്റ്സ് P and R get values 1000, 3, 2 respectively. Similarly,
When the last statement is executed, what happens? The value of the variable x, y, z are passed to the arguments p and r. The variables x, y, z are called actual or original arguments or actual parameters, since they are the actual data passed to the function for processing. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഈ പാസ് ചെയ്യുന്ന വാരിയബിൾസ് ഉണ്ടല്ലോ, അവരെ നമ്മൾ പറയുന്നതാണ് ആക്ച്വൽ വാരിയബിൾസ്, ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്, ഒറിജിനൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും. റീസൺ എന്താണ്? ആക്ച്വലി ദേ ആർ ദ ആക്ച്വൽ ഡാറ്റ ഫോർ പ്രോസസ്സിങ് അല്ലേ. ഇനി നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള വാരിയബിൾസ് ഉണ്ടല്ലോ, ഫംഗ്ഷൻ ഡെഫിനേഷനിൽ കൊടുത്തിട്ടുള്ള, ഫംഗ്ഷൻ ഹെഡറിൽ കൊടുത്തിട്ടുള്ള വാരിയബിൾസ് പി എൻ ആൻഡ് ആർ used in the function header are known as formal variable or formal arguments, formal parameters. These arguments are intended to receive data from the calling function. അപ്പോൾ ഇതാണ് കോളിംഗ് ഫംഗ്ഷൻ. ഈ കോളിംഗ് ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സിനെ നമ്മൾ പറയും ആക്ച്വൽ ഡാറ്റ, ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. ദെൻ ഇതാണ് ഫംഗ്ഷൻ ഡെഫിനീഷൻ. ഇതിലുള്ള ആർഗ്യുമെൻറ്റ്സ് നമ്മൾ പറയുന്നു ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. ആൻഡ് ഈ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആർ ഇൻറ്റൻഡഡ് ടു റിസീവ് ദ ഡേറ്റ ഫ്രം കോളിംഗ് ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ കോളിൽ കൊടുക്കുന്ന ഡേറ്റാസിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ഇവിടെ ഉള്ളത്, ഫംഗ്ഷൻ ഡെഫിനേഷനിലുള്ളത്. ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. നമുക്കിതൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. സോ ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ് ആർ ദ മീൻസ് ടു പാസ് വാല്യൂസ് ഫ്രം ദ കോളിംഗ് ഫംഗ്ഷൻ. കോളിംഗ് ഫംഗ്ഷനിൽ നിന്ന് വാല്യൂസ് പാസ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് ആർഗ്യുമെൻറ്റ്സും പാരാമീറ്റേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നത് ടു ദ കോൾഡ് ഫംഗ്ഷൻ. കോളിംഗ് ഫംഗ്ഷനിൽ നിന്ന് കോൾഡ് ഫംഗ്ഷനിലേക്ക് ഡാറ്റാസ് പാസ് ചെയ്യുന്നു. The variables used in the function definition as arguments are known as formal arguments. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് കൺഫ്യൂസിങ് ആവാൻ പാടില്ല. So two types of arguments are there, and these arguments are used to pass values from calling function to call function, and the variables used in the function header or function definition, they are known as formal parameters or formal arguments. The constants, variables or expressions used in the function call are known as actual arguments. In the function call, we will be using some arguments. They may be constant, they may be variable or expressions, etc. And they are known as original arguments or actual parameters, actual arguments, etc. Okay, the two terms, formal and actual. Actual is the arguments used in the function call, and this formal is the arguments represented in the function definition. Okay. Next, if variables are used in function prototype, they are known as dummy arguments. നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫംഗ്ഷനൊക്കെ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് വി ആർ ടെല്ലിംഗ് ദ കമ്പൈലർ ദാറ്റ് എ ഫംഗ്ഷൻ ഇസ് കമ്മിങ് ആൻഡ് ദീസ് ആർ ദ ആർഗ്യുമെന്റ്സ് യൂസ്ഡ് ഇൻ ദ ഫംഗ്ഷൻ, ദീസ് ആർ ദ ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ്സ്, ഓർഡർ ഓഫ് ആർഗ്യുമെന്റ്സ് എന്നൊക്കെ പറയുന്നതാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. നമ്മൾ ജസ്റ്റ് ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ്റെ നെയിം, ദെൻ ഫംഗ്ഷനിലെ ആർഗ്യുമെന്റ്സിൻ്റെ നമ്പറും അവരുടെ ടൈപ്പും മാത്രം കാണിച്ചാൽ മതി. അതായത് രണ്ട് ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റ് കോമ ഇൻറ്റ് എന്ന് കൊടുത്താലും മതി. ഇഫ് വി ആർ യൂസിങ് സം ആർഗ്യുമെന്റ്സ് ഓവർ ദർ ലൈക്ക് ഇൻറ്റ് n1, ഇൻറ്റ് n2, then that n1 and n2 are known as dummy arguments. അപ്പോൾ ആക്ച്വലി ഈ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ ആർഗ്യുമെന്റ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അല്ലാണ്ട് തന്നെ അത് വാലിഡ് ആണ്. ഇഫ് യു ആർ യൂസിങ് സം ആർഗ്യുമെന്റ്സ് ദേ ആർ നോൺ ആസ് ഡമ്മി ആർഗ്യുമെന്റ്സ്. ഓക്കെ, സോ ദ ടു ഇമ്പോർട്ടൻറ്റ് ടേംസ് ആർ ഫോർമൽ ആർഗ്യുമെന്റ്സ് ആൻഡ് ആക്ച്വൽ ആർഗ്യുമെന്റ്സ്. നെക്സ്റ്റ്, കമ്മിങ് ഓൺ ടു ദ ടോപ്പിക്. നമ്മൾ ആക്ച്വലി ഇന്നത്തെ ടോപ്പിക് ഇതാണ്, ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. അപ്പോൾ ഈ കോൾ ബൈ വാല്യൂവും റെഫറൻസ് മെത്തേഡും പറയുമ്പോൾ നമ്മൾ അതിനിടയിൽ ഒരുപാട് തവണ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്, ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്നൊക്കെ പറയും. അപ്പോൾ അത് ക്ലിയർ ആക്കാനാണ് നമ്മളിപ്പോൾ ആദ്യം വാട്ട് ഇസ് ആർഗ്യുമെൻറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് നോക്കിയത്. ആൻഡ് അഗെയിൻ ഞാൻ വീണ്ടും പറയുകയാണ്, ആക്ച്വൽ ആർഗ്യുമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഫംഗ്ഷൻ കോളിൽ ഉണ്ടാകുന്ന ആർഗ്യുമെൻറ്റ്സ് ആണ്. ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഡെഫിനേഷനിൽ ഉണ്ടാകുന്ന ആർഗ്യുമെൻറ്റ്സ് ആണ്. ഇനി നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ കോൾസ് ഉണ്ട്. ഈ ഫംഗ്ഷൻ കോൾസിലെ കോൾ ബൈ വാല്യൂ മെത്തേഡ് ആൻഡ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. കോൾ ബൈ, ഇതാണൊരു ജനറൽ ഡിഫറൻസ് കേട്ടോ. ഐ മീൻ ബേസിക് ആയിട്ട് സിംപ്ലറായിട്ട് പറയുകയാണെങ്കിൽ കോൾ ബൈ വാല്യൂ മെത്തേഡ് ഇറ്റ് കോപ്പീസ് ദ ആക്ച്വൽ വാല്യൂ ഓഫ് എൻ ആർഗ്യുമെൻറ്റ് ഇൻ ടു ദ ഫോർമൽ പാരാമീറ്റർ ഓഫ് എ ഫംഗ്ഷൻ. അപ്പോൾ ആർഗ്യുമെൻറ്റ് നമ്മൾ ഫംഗ്ഷൻ കോളിൽ ഉണ്ടാവുന്ന അതിൻ്റെ ഒറിജിനൽ വാല്യൂ ഉണ്ടല്ലോ, ആ ഒറിജിനൽ വാല്യൂനെ ഇറ്റ് കോപ്പീസ് ദാറ്റ് വാല്യൂ ഇൻ ടു the formal parameter of the function. In this case, changes made to the parameter inside the function have no effect on the argument. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കോൾ ബൈ റെഫറൻസ്,
കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്നത് മറ്റേത് വാല്യൂ കോപ്പി ചെയ്യലായിരുന്നു. ഇത് വാല്യൂ അല്ല, അഡ്രസ് ആണ് കോപ്പി ആവുന്നത്. അത് ആലോചിച്ചാൽ മതി. ദിസ് മെത്തേഡ് കോപ്പീസ് ദ അഡ്രസ് ഓഫ് ആൻ ആർഗ്യുമെന്റ് ഇൻ ടു ദ ഫോർമൽ പാരാമീറ്റർ. Inside the function, address is used to access the actual argument, use the call. This means changes made to the parameter affect the argument. Okay, changes രണ്ടിടത്തും ഫോർമലിലും ആക്ച്വലിലും ചേഞ്ചസ് ഒരുപോലെ റിഫ്ലക്റ്റ് ആവുന്നതാണ് കോൾ ബൈ റെഫറൻസ്. കോൾ ബൈ വാല്യൂ അങ്ങനെയല്ല, ആക്ച്വൽ പാരാമീറ്ററിൻ്റെ വാല്യൂ ചേഞ്ച് ആവില്ല. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ കൺഫ്യൂസിങ് ആയിട്ടുള്ളവർക്കൊക്കെ ഇത് നോക്കിയാൽ മനസ്സിലാവും. സോ കോൾ ബൈ വാല്യൂ മെത്തേഡ് ഓർ പാസ് ബൈ വാല്യൂ മെത്തേഡ്. In this method, the value contained in the actual argument is passed to the formal argument. ക്ലിയർ ആയെന്ന് വിചാരിക്കാം. ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയുന്നത് ഫംഗ്ഷൻ കോളിൽ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആണ്. അവരുടെ വാല്യൂസ് നമ്മൾ ഫംഗ്ഷൻ ഹെഡറിലുള്ള പാരാമീറ്റേഴ്സ്, അതാണ് ഫോർമൽ പാരാമീറ്റർ അല്ലേ. ഇപ്പോൾ ഫോർമൽ ആർഗ്യുമെന്റ്സിലോട്ട് കോപ്പി ചെയ്യാണ് ചെയ്യുന്നത്. In other words, the copy of actual argument is passed to the function. Okay. So here, if the formal argument is modified within the function, the change is not reflected in the actual argument at the calling place. ഈ ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതവിടെ നോക്കിയേ, ഇതാണ് ഒരു ഫംഗ്ഷൻ കേട്ടോ. വോയിഡ് ചേഞ്ച് എന്നാണ് ഫംഗ്ഷൻ. ചേഞ്ച് ഓഫ് ഇൻറ്റ് എൻ. അപ്പോൾ ഇത് നമ്മളുടെ ഫോർമൽ പാരാമീറ്റർ ആണെന്ന് അറിയാലോ. എൻ ഫോർമൽ പാരാമീറ്റർ ആണ്. ദെൻ ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത് n ഈക്വൽ ടു n+1, എന്നിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യാണ്. ദെൻ ആഫ്റ്റർ there was a small mistake. ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് എ സി പ്രോഗ്രാം റൈറ്റ്. അപ്പോൾ നമ്മളുടെ പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ വോയിഡ് ചേഞ്ച് ഓഫ് ഇൻറ്റ് എന്നുള്ളതാണ് ഫംഗ്ഷൻ. അപ്പോൾ ഇൻറ്റ് എന്ന് പറയുന്നതാണ് നമ്മളുടെ പാരാമീറ്റർ, ഫോർമൽ പാരാമീറ്റർ. ദെൻ വാട്ട് ദ ഫംഗ്ഷൻ ഡു ഇസ് ടു ജസ്റ്റ് ഇൻക്രിമെൻറ്റ് ചേഞ്ച് ദ വാല്യൂ ഓഫ് എൻ, അത്രയേ ഉള്ളൂ. n is equal to n+1 ആക്കിയിട്ടുണ്ട്. ദെൻ അറ്റ് ദ സെയിം ടൈം പ്രിൻറ്റിങ് ദാറ്റ് വാല്യൂ, പ്രിൻ്റ് ഓഫ് %d n പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളുടെ മെയിൻ ഫംഗ്ഷനിൽ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വാല്യൂ ഓഫ് എക്സ് ഇസ് 20. ദെൻ വി ആർ കോളിംഗ് ദ ഫംഗ്ഷൻ ചേഞ്ച് ഓഫ് എക്സ് എന്ന് കോൾ ചെയ്യുന്നു. ആഫ്റ്റർ കോളിംഗ് വി ആർ പ്രിൻറ്റിംഗ് ദ വാല്യൂ ഓഫ് എക്സ്. ഇവിടെ രണ്ട് പ്രിൻ്റ് ഉണ്ട് അല്ലേ. ഒരെണ്ണം ഫംഗ്ഷൻ്റെ ഉള്ളിലുണ്ട്, ഒരെണ്ണം നമ്മളുടെ മെയിൻ്റെ ഉള്ളിലുണ്ട് ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കി കാണാം വാല്യൂ ഓഫ് എക്സ് ഇസ് പാസ്ഡ് ടു എൻ ഇൻ ചേഞ്ച്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 20 ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ആക്ച്വൽ പാരാമീറ്റർ, ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഈ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂ, ദിസ് വാല്യൂ ഇസ് പാസ്ഡ് ഓൺ ടു ദിസ് വാല്യൂ, ഫോർമൽ പാരാമീറ്ററിൻ്റെ വാല്യൂ ആയിട്ട് കോപ്പി ചെയ്യും. വാല്യൂ ഓഫ് ആക്ച്വൽ പാരാമീറ്റർ ഇസ് കോപ്പീഡ് ടു വാല്യൂ ഓഫ് ഫോർമൽ പാരാമീറ്റർ. So this parameter n has its own memory location to store the value 20 in change. അപ്പോൾ നമുക്കത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സിൻ്റെ വാല്യൂ 20 ആണ് അല്ലേ. ആ എക്സിൻ്റെ വാല്യൂവിൻ്റെ ഒരു കോപ്പി മാത്രമാണ് നമ്മൾ ഈ എന്നിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആക്ച്വൽ എക്സിൻ്റെ വാല്യൂ 20 തന്നെയായിട്ട് എക്സിൽ നിൽക്കുന്നുണ്ട്, അതിന് ചേഞ്ച് ഒന്നുമില്ല. പകരം ആ 20യുടെ ഒരു കോപ്പി നമ്മൾ ചേഞ്ചിലോട്ട് കൊടുക്കുന്നു. ആ കോപ്പി അതിൽ കൊടുക്കുമ്പോൾ എന്തുണ്ടാവും, n ഈക്വൽ ടു n+1 ആവും. വിച്ച് മീൻസ് പെർസെൻറ്റേജ് അത് പ്രിൻ്റ് ചെയ്യുമ്പോൾ 20 എന്നുള്ളത് 21 പ്രിൻ്റ് ആവും. ഇവിടുത്തെ പ്രിൻ്റ് ഓഫിൽ അത് 21 പ്രിൻ്റ് ആവും. ദെൻ അപ്പോൾ ഫംഗ്ഷൻ കോൾ കഴിഞ്ഞല്ലോ. അടുത്തത് പ്രിൻ്റ് ഓഫ് %d എക്സിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യാൻ പറയുന്നത്. എക്സിൻ്റെ വാല്യൂ ഇപ്പോഴും 20 തന്നെയാണ്, അതിന് ചേഞ്ച് ഒന്നുമില്ല. നമ്മൾ എക്സിൻ്റെ വാല്യൂവിനെ അല്ല കൊടുത്തത്, എക്സിൻ്റെ വാല്യൂവിൻ്റെ ഒരു കോപ്പീനെ മാത്രമാണ് ആ ഫംഗ്ഷൻ കോളിലോട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആ കോപ്പിക്ക് ചേഞ്ച് വന്നാലും നമ്മുടെ ഒറിജിനൽ വാല്യൂ ചേഞ്ച് ആവില്ല. ഇതാണ് മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ്. കോൾ ബൈ വാല്യൂവിൽ ചേഞ്ച് ആവില്ല, കോൾ ബൈ റെഫറൻസിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഔട്ട്പുട്ട് കണ്ടു കഴിഞ്ഞാൽ അറിയാലോ, ആദ്യത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് എക്സ്. ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴാണ്. ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അതിനകത്തൊരു പ്രിൻ്റ് ഓഫ് ഉണ്ട്, അതിനകത്ത് n പ്രിൻ്റ് ആവും. ഇപ്പോൾ 20 എന്നുള്ളത് +1 21 പ്രിൻ്റ് ആവും. ഇനി രണ്ടാമത്തെ പ്രിൻ്റ് ഓഫ് ഈ ഒരു പ്രിൻ്റ് ഓഫ് ആണ്. അപ്പോൾ അതിൽ എക്സിൻ്റെ വാല്യൂ ആണ് പ്രിൻ്റ് ആവേണ്ടത്, അത് 20 ആണ്. അപ്പോൾ ഇപ്പോൾ കണ്ട ആ ഒരു ഓപ്പറേഷൻ ആണ് നമ്മൾ ഈ ഒരു പിക്ചറിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ബിഫോർ ഫംഗ്ഷൻ കോൾ, ആഫ്റ്റർ ഫംഗ്ഷൻ കോൾ ആൻഡ് ആഫ്റ്റർ ഫംഗ്ഷൻ എക്സിക്യൂഷൻ 3 സെക്ഷനായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ആൻഡ് വി ഹാവ് 2 ബ്ലോക്സ്. ഫസ്റ്റ് ബ്ലോക്ക് ഇസ് ദ മെയിൻ ഫംഗ്ഷൻ ആൻഡ് സെക്കൻഡ് ബ്ലോക്ക് ഇസ് അവർ ഫംഗ്ഷൻ, ദ ചേഞ്ച് ഫംഗ്ഷൻ ആണ്. ഇപ്പോൾ ബിഫോർ ഫംഗ്ഷൻ കോൾ എന്താ നടക്കുന്നത് നോക്കാം. മെയിൻ ഫംഗ്ഷനിലുണ്ട്. മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ വി ആർ യൂസിങ് എ വാരിയബിൾ എക്സ് അല്ലേ. ആ എക്സിൻ്റെ വാല്യൂ 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മെമ്മറി ലൊക്കേഷൻ ആക്കി എടുക്കാം. ഇതാണ് എക്സ്, എക്സിൻ്റെ ഉള്ളിലെ വാല്യൂ 20 ആണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ അപ്പോൾ എക്സ് ആണ് ആക്ച്വൽ പാരാമീറ്ററിൻ്റെ വാല്യൂ 20 ആണ്. ഇത് നമുക്ക് ഫോർമൽ പാരാമീറ്റർ ആണ് ഇൻറ്റ് n.
അപ്പോൾ എന്താ, എന്നിന് ഒരു സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ ഉണ്ട്, എന്നിന് വാല്യൂ ഒന്നും ആയിട്ടില്ല, ഫംഗ്ഷൻ കോൾ നടത്തിയിട്ടില്ല കേട്ടോ. ആൻഡ് ആഫ്റ്റർ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇവിടുത്തെ വാല്യൂ, ആക്ച്വലിൻ്റെ വാല്യൂ നേരെ ഇതിലേക്ക് കോപ്പി ആവും. അപ്പോൾ എന്തുണ്ടായി, ഈ 20 ആണ് കോപ്പീഡ് ഓൺ ടു ദിസ് വാല്യൂ, വിച്ച് മീൻസ് വി ഹാവ് 2 കോപ്പീസ്. The original value remain unchanged, okay, and it is copied onto another memory location, to the memory location of our formal variable. ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതാണ് വ്യത്യാസം. അപ്പോൾ നമുക്കിവിടെ 2 കോപ്പി ഉണ്ട് അല്ലേ. ആഫ്റ്റർ ഫംഗ്ഷൻ എക്സിക്യൂഷൻ കഴിയുമ്പോൾ എന്തുണ്ടാവും, ചേഞ്ചിൽ n=n+1 ആക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നിൻ്റെ വാല്യൂ 20 + 1 ആയി 21 ആയി, എക്സിൻ്റെ വാല്യൂ റിമെയിൻസ് ദ സെയിം. ഇതാണ് കോൾ ബൈ വാല്യൂ മെത്തേഡ്. ഇൻ കോൾ ബൈ വാല്യൂ മെത്തേഡ് the actual argument is copied onto the formal argument, which means the actual argument's value is not altered. Only the formal argument's value is altered. And we have different memory locations for storing actual and formal arguments. ഇത്രയൊക്കെയാണ് മേജർ പോയിന്റ്സ് വരുന്നത് ഫോർ കോൾ ബൈ വാല്യൂ മെത്തേഡ്. ഇനി കുറച്ചും കൂടെ ഒരു ബിഗർ എക്സാമ്പിൾ ഉണ്ട്. നമുക്കൊരു സ്വാപ്പിംഗ് ഓപ്പറേഷൻ നോക്കാം. 2 നമ്പേഴ്സ് സ്വാപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷനാണിത്, വോയിഡ് സ്വാപ്പ് ഇൻറ്റു എക്സ് ഇൻറ്റു വൈ. അപ്പോൾ 2 വേരിയബിൾ ഉണ്ട്, അതാണ് 2 ഫോർമൽ വേരിയബിൾ ആണ് എക്സും വൈയും. അതിനകത്ത് വി ആർ യൂസിങ് എ ലോക്കൽ വേരിയബിൾ ഇൻറ്റു ടെമ്പ് എന്ന് പറഞ്ഞാൽ 2 നമ്പറിൻ്റെ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യണം. സ്വാപ്പ് ചെയ്യണമെങ്കിൽ വി നീഡ് അനദർ ഒരു തേർഡ് വേരിയബിൾ വേണം. ആ തേർഡ് വേരിയബിൾ വെച്ചിട്ടാണ് നമ്മൾ സ്വാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പ് ആണ് ആ വേരിയബിൾ. ഇനീഷ്യലി ടെമ്പിലേക്ക് നമ്മൾ എക്സിൻ്റെ വാല്യൂ അസൈൻ ചെയ്യും, ആൻഡ് എക്സിലേക്ക് വൈൻ്റെ വാല്യൂയും കൊടുക്കും, വൈയിലോട്ട് ടെമ്പിൻ്റെ വാല്യൂയും കൊടുക്കും. ഈ ഒരു ലൈനാണ് എപ്പോഴും സ്വാപ്പിങ്ങിൻ്റെ ലൈൻ. ഇതാണ് കേട്ടോ, ഒരു ടെമ്പ് എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്തിട്ട് വി ആർ സ്വാപ്പിംഗ് ദ വാല്യൂസ്. അപ്പോൾ ആഫ്റ്റർ ദ സ്വാപ്പിംഗ് എന്ത് സംഭവിക്കും, എക്സും വൈയും ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ വൈയിലും വൈൻ്റെ വാല്യൂ എക്സിലും ഉണ്ടായിരിക്കും. സോ ദിസ് ഇസ് അവർ ഫംഗ്ഷൻ ടു സ്വാപ്പ് 2 നമ്പേഴ്സ്. ഓക്കെ, സോ ദീസ് ആർ അവർ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. നമ്മളിപ്പോൾ ആർഗ്യുമെൻറ്റ്സിൻ്റെ ബേസിലാണ് നോക്കുന്നത് കേട്ടോ, ഫോർമൽ ആൻഡ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്, ഫംഗ്ഷൻ കോൾ ബൈ വാല്യൂ. So this is a formal arguments, and this is the function x definition. ഇനി into void main ഫംഗ്ഷൻ്റെ ഉള്ളിൽ ചെയ്യുന്നത് a = 100 b = 200. 2 വാല്യൂസ് എടുത്തിട്ടുണ്ട്, എന്റെ വാല്യൂ 100 ബിന്റെ വാല്യൂ 200. അപ്പോൾ ഇനി നമുക്ക് പ്രിന്റ് ചെയ്യാൻ പോവാണ് ബിഫോർ സ്വാപ്പ് വാല്യൂ ഓഫ് എ ബിഫോർ സ്വാപ്പ് വാല്യൂ ഓഫ് ബി. സ്വാപ്പ് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മളുടെ ഒറിജിനൽ വാല്യൂ പ്രിന്റ് ചെയ്യണം. അതായത് ഒറിജിനൽ വാല്യൂ ഇപ്പം എന്താ 100ഉം 200ഉം ആണല്ലേ, അപ്പം അത് പ്രിന്റ് ചെയ്തു. ഇനി നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പോവാം, സ്വാപ്പിനെ കോൾ ചെയ്യാൻ പോവാം. സ്വാപ്പിന് 2 എക്സും വൈയും ആണുള്ളത് അല്ലേ, അപ്പം നമ്മൾ 2 വെച്ചിട്ട് അത് കോൾ ചെയ്തു. സ്വാപ്പ് എ ബി, എക്കും ബിക്കും വാല്യൂ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആർഗ്യുമെന്റ്സ്, അതായത് ആക്ച്വൽ ആർഗ്യുമെന്റ്സ് വെച്ചിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്തു. സ്വാപ്പ് എ ബി വെച്ച് കോൾ ചെയ്തു. അപ്പോൾ ഇവിടെ ശരിക്കും എന്താ നടക്കേണ്ടത്, എൻ്റെയും ബിൻ്റെയും വാല്യൂ, അതായത് 100ഉം 200ഉം എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂയിലോട്ട് കോപ്പി ആവുകയാണ് ചെയ്യുക. ആക്ച്വലി ആ മെമ്മറി ലൊക്കേഷനിലോട്ട് കോപ്പി ആവുകയാണ് ചെയ്യുക. ആൻഡ് അങ്ങനെ കോപ്പി ആയി കഴിഞ്ഞാൽ ഇവിടെ ഇതിനുള്ളിൽ സ്വാപ്പിംഗ് നടക്കും അല്ലേ, സ്വാപ്പിംഗ് നടക്കും. ദെൻ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ. പക്ഷേ ഇവിടെ എന്താ ഉണ്ടാവുക, ആഫ്റ്റർ സ്വാപ്പ് ദ വാല്യൂ ഓഫ് എ വാല്യൂ ഓഫ് ബി. ഹിയർ നമ്മൾ വാല്യൂ ഓഫ് എയും ബിയും ആണ് പ്രിന്റ് ചെയ്യുന്നത്. ഇപ്പോൾ വാല്യൂ ഓഫ് എയും ബിക്കും ഒരു ചേഞ്ചും വരുന്നില്ല. എന്തിനാ ചേഞ്ച് വരുന്നത്, വാല്യൂ ഓഫ് എക്സിനും വൈനും ആണ് ചേഞ്ച് വരുന്നത്. എക്സും വൈയും ഫോർമൽ പാരാമീറ്റർ ആണ്, അതൊരു കോപ്പിയാണ് എൻ്റെയും ബിൻ്റെയും. ഇപ്പം എയും ബിയും ചേഞ്ച് ആവില്ല, എക്സും വൈയും മാത്രമേ ചേഞ്ച് ആവുള്ളൂ. സോ നമ്മൾ ആഫ്റ്റർ ഫംഗ്ഷൻ കോളും വാല്യൂ ഓഫ് എയും ബിയും പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാലും പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും നടക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടും. ബിഫോർ സ്വാപ്പ് വാല്യൂ ഓഫ് എ 100 വാല്യൂ ഓഫ് ബി 200. ആഫ്റ്റർ സ്വാപ്പും അതേ സെയിം തന്നെ കിട്ടും, വാല്യൂ ഓഫ് എ 100 വാല്യൂ ഓഫ് ബി 200. The output shows that there is no change in the values though they had been changed inside the function. ഫംഗ്ഷൻ്റെ ഉള്ളിൽ അവർ ചേഞ്ച് ആയിട്ടുണ്ട്, പക്ഷേ നമ്മളുടെ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിന് ഒരു ചേഞ്ചും വന്നിട്ടില്ല. ഇതാണ് കോൾ ബൈ വാല്യൂവിൻ്റെ സ്പെഷ്യാലിറ്റി. അടുത്ത മെത്തേഡാണ് കോൾ ബൈ റെഫറൻസ് ഓർ പാസ് ബൈ റെഫറൻസ് മെത്തേഡ്. അപ്പോൾ ഓഫ് കോഴ്സ് ഇവിടെ എന്തൊക്കെയായിരിക്കും പ്രത്യേകത, നേരത്തെ കോപ്പി ആണെങ്കിൽ ഇവിടെ ഒറിജിനൽ വാല്യൂ ആയിരിക്കും. നേരത്തെ ചേഞ്ച് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും ആക്ച്വൽ പാരാമീറ്ററിന് ചേഞ്ച് വന്നിട്ടുണ്ടായിരിക്കും. When an argument is passed by reference, the reference of the actual argument is passed to the function. അതായത് not a copy of actual argument but the reference of actual argument ആണ് പാസ് ചെയ്യുന്നത്. As a result,
The memory location allocated to the actual argument will be shared by the formal argument. നേരത്തെ നമ്മൾ കോപ്പി ആയിരുന്നു, അപ്പോൾ 2 ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷൻ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ഇപ്പം അങ്ങനെയല്ല, 2 പേരും ആക്ച്വൽ ആർഗ്യുമെൻറ്റും ഫോർമൽ ആർഗ്യുമെൻറ്റും സെയിം മെമ്മറി ലൊക്കേഷനാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. If the formal argument is modified within the function, the change will be reflected in the actual argument at the calling place. അപ്പോൾ ക്ലിയർ ആണല്ലോ, ഫോർമൽ ആർഗ്യുമെന്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ആക്ച്വൽ ആർഗ്യുമെന്റിനെ അഫക്റ്റ് ചെയ്യും. To pass the value by reference, argument pointers are passed to the functions just like any other value. നമ്മൾ പോയിന്ററിന്റെ കൺസെപ്റ്റ് പഠിക്കുന്നേ ഉള്ളൂ കേട്ടോ, അടുത്ത മൊഡ്യൂളിലാണ് പഠിക്കുക. എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ നമ്മൾ നോർമൽ വാല്യൂ ആർഗ്യുമെന്റ്സ് അല്ല പാസ് ചെയ്യുക, പകരം ആർഗ്യുമെന്റ് പോയിന്റേഴ്സ് ആണ് പാസ് ചെയ്യുക. പോയിന്റേഴ്സ് പാസ് ചെയ്യുന്നത് ലൈക്ക് എനി അതർ വാല്യൂ നമുക്കിത് യൂസ് ചെയ്യാം. വി ആർ പാസിങ് പോയിന്റേഴ്സ് എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പോയിന്റർ പാസ് ചെയ്യുമ്പോൾ വി ആർ നോട്ട് പാസിങ് ദ വാല്യൂ, ബട്ട് വി ആർ പാസിങ് ദ അഡ്രസ് ഓഫ് ദാറ്റ് വാല്യൂ. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇൻറ്റിൻ്റെ എക്സാമ്പിളിന് ചേഞ്ചിൻ്റെ ഫംഗ്ഷൻ്റെ ഒരു എക്സാമ്പിളാണ്. സോ ഇത് ഫംഗ്ഷൻ കോളിൻ്റെ ബേസിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പം മെയിനിൽ എക്സ് എന്നുള്ള മെമ്മറിയിൽ 20 ഉണ്ട്. ദെൻ ചേഞ്ച് നമുക്കിതിൻ്റെ ഒരു ചേഞ്ച് ഇൻറ്റ് സ്റ്റാർ എൻ, നമ്മൾ ഇൻറ്റ് എൻ ആയിരുന്നു, ഇൻറ്റ് എന്ന് പകരം ഇപ്പോൾ പോയിൻ്റർ ആയപ്പോൾ ഇൻറ്റ് സ്റ്റാർ എന്നാണ് പാസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇനീഷ്യലി. അപ്പോൾ ബിഫോർ ഫംഗ്ഷൻ കോൾ ഇങ്ങനെയാണല്ലേ. ആഫ്റ്റർ ഫംഗ്ഷൻ കോൾ എന്ത് സംഭവിക്കാറ്, നേരത്തെ എങ്ങനെയായിരുന്നു, എക്സിൻ്റെ വാല്യൂ നേരെ എന്നിലോട്ട് കോപ്പി ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിൻ്റെ ഒരു സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ ഉണ്ട്, എക്സിന് സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. എക്സിൻ്റെ വാല്യൂ എന്നിലോട്ട് കോപ്പി ചെയ്യും, രണ്ടിടത്തും 20 വരും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ വാട്ട് വി ആർ പാസിങ് ഇസ് ദ അഡ്രസ് ഓഫ് ദിസ് എക്സിൻ്റെ അഡ്രസ്സാണ് എന്നിലോട്ട് പാസ് ചെയ്യുന്നത്. വിച്ച് മീൻസ് എന്തുണ്ടാവും, ഇവർ രണ്ടുപേരും ദേ ഷെയർ എ കോമൺ മെമ്മറി ലൊക്കേഷൻ. രണ്ടിനും സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ അല്ല, പകരം ആക്ച്വൽ ആർഗ്യുമെൻറ്റും ഫോർമൽ ആർഗ്യുമെൻറ്റും ഷെയർസ് ദ കോമൺ മെമ്മറി ലൊക്കേഷൻ. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും, നമ്മൾ എന്നിൻ്റെ വാല്യൂ ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ n+1 ആക്കി 21 ആയാലും അത് എക്സിനെ കൂടി എഫക്റ്റ് ചെയ്യും. എക്സും പ്രിൻ്റ് ചെയ്താലും n പ്രിൻ്റ് ചെയ്താലും നമുക്ക് 21 തന്നെ കിട്ടും. ആ ചേഞ്ചസ് എഫക്റ്റഡ് ആവും. നേരത്തെ സ്വാപ്പിൻ്റെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, ആ സ്വാപ്പിൻ്റെ എക്സാമ്പിൾ നമുക്കൊന്ന് പാസ് ബൈ റെഫറൻസ് മെത്തേഡിൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ സ്വാപ്പ് ഇൻറ്റു എക്സ് വൈ എന്ന് കണ്ടോടത്ത് ഇപ്പോൾ എന്തായാലും കോൾ ബൈ റെഫറൻസ് ആയതുകൊണ്ട് തന്നെ സ്റ്റാർ പോയിന്റർ യൂസ് ചെയ്തിട്ടുണ്ട്, സ്റ്റാർ എക്സ് സ്റ്റാർ വൈ. ബാക്കി ചേഞ്ചസ് ഒന്നുമില്ല, നമ്മൾ ടെമ്പ് വെച്ചിട്ട് തന്നെയാണ് സ്വാപ്പിംഗ് നടത്തുക. ടെമ്പ് ഈക്വൽ ടു സ്റ്റാർ എക്സ്, അതായത് എന്തുണ്ടായി, എക്സിൻ്റെ അഡ്രസ്സ് ടെമ്പിലോട്ട് കൊടുത്തു, ദെൻ എക്സും വൈയും ഇൻ്റർചേഞ്ച് ചെയ്തു, ദെൻ വൈയിലോട്ട് ടെമ്പിനെ കൊടുത്തു. അപ്പോൾ എക്സും വൈയും സ്വാപ്പായി കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഇതിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നത് ഇതിൻ്റെ അഡ്രസ്സിലാണ് ഓപ്പറേഷൻ നടക്കുന്നത്, വാല്യൂസിൻ്റെ കോപ്പീസിലല്ല. അതാണ് ഇവിടെ വ്യത്യാസം. അപ്പോൾ ഇവിടെ A 100 ആയി, B 200 ആണ്. നമ്മൾ ബിഫോർ പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വാല്യൂ ഓഫ് എയും 100, വാല്യൂ ഓഫ് ബി 200 എന്ന് കിട്ടും. ഇനി നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പോവാണ്. ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് പോയിന്റേഴ്സ് ആണ് ഫംഗ്ഷൻ എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കോൾ ചെയ്യുന്നത് ആംബസാൻഡ് വെച്ചിട്ടാണ് കോൾ ചെയ്യുക കേട്ടോ. ആംബസാൻഡ് എ ഇൻഡിക്കേറ്റ്സ് പോയിന്റർ ടു എ, അഡ്രസ് ഓഫ് വാരിയബിൾ എ. നമ്മൾ ആംബസാൻഡ് എന്ന് പറയുന്നത് അഡ്രസ് ഓഫ് വാരിയബിൾ ആണ്, ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ടുണ്ടാവും ഓപ്പറേറ്റേഴ്സ് പഠിച്ചപ്പോൾ കേട്ടോ. അപ്പോൾ നമ്മൾ എയും ബിയും അല്ല പാസ് ചെയ്യുന്നത്. നേരത്തെ എന്തായിരുന്നു, എൻ്റെയും ബിൻ്റെയും കോപ്പി ആയിരുന്നു പാസ് ചെയ്തിരുന്നത്. ഇപ്പോൾ കോപ്പി അല്ല പാസ് ചെയ്യുന്നത്, വി ആർ പാസിങ് ദ ലൊക്കേഷൻ ഓഫ് എ ആൻഡ് ബി. ആക്ച്വൽ ലൊക്കേഷൻ, എക്സാക്ട് ലൊക്കേഷൻ ഓഫ് എ ആൻഡ് ബി ആണ്, അവരുടെ അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. എൻ്റെയും ബിൻ്റെയും അഡ്രസ്സ് പാസ് ചെയ്യുന്നു, അതുകൊണ്ടാണ് ആംബസാൻഡ് എ ആംബസാൻഡ് ബി എന്ന് പാസ് ചെയ്തത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്തുണ്ടാവും, ആ അഡ്രസ്സാണ് ഈ പോയിന്ററിലോട്ട് കോപ്പി ആവുന്നത്. അപ്പോൾ ഈ ചേഞ്ചസ് വരുന്ന എക്സിനും വൈനും എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയോ രണ്ടുപേരും സെയിം മെമ്മറി ലൊക്കേഷനാണ് ഷെയർ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ സെയിം ചേഞ്ചസ് എല്ലാം ഓട്ടോമാറ്റിക്കലി എക്കും ബിക്കും വന്നോളും. അപ്പോൾ നമ്മൾ ആ ലാസ്റ്റത്തെ പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ആഫ്റ്റർ സ്വാപ്പ് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഒറിജിനൽ സ്വാപ്പിംഗ് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് വരിക. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാം, ബിഫോർ സ്വാപ്പ് 100 200 ആയിരുന്നു, ആഫ്റ്റർ സ്വാപ്പ് അത് 200 100 ആയിട്ട് വന്നു. Which shows that the change has reflected outside of the function as well, unlike call by value where changes does not reflect outside the function. Call by value outside function changes reflect ആവില്ല, പക്ഷെ call by reference അങ്ങനെയല്ല, because we are sharing the address.
അപ്പോൾ ഇതാണ് മേജർ ഒരു ടോപ്പിക് വരുന്നത്. ദെൻ ഇപ്പോൾ പറഞ്ഞ ടോപ്പിക്സിൻ്റെ ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ്. കമ്പാരിസൺ ബിറ്റ്വീൻ കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. കോൾ ബൈ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡിനറി നമ്മൾ പറഞ്ഞല്ലോ ഓർഡിനറി വാരിയബിൾസ് ആണ് യൂസ് ചെയ്യുന്നത് ഫോർമൽ പാരാമീറ്റേഴ്സ് ആയിട്ട്. മറ്റിടത്ത് എന്താണ് പോയിന്റർ വാരിയബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്, റെഫറൻസ് വാരിയബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഹിയർ ആക്ച്വൽ പാരാമീറ്റേഴ്സ് മേ ബി കോൺസ്റ്റൻസ് ആവാം. നമ്മളത് കണ്ടിട്ടുണ്ടല്ലേ നേരത്തെ 100 200 വേണമെങ്കിൽ അങ്ങനെ തന്നെ പാസ് ചെയ്യാം നമുക്ക്. പാരാമീറ്റേഴ്സ് കോൺസ്റ്റൻറ്റോ വാരിയബിളോ എക്സ്പ്രഷനോ എന്തോ ആവാം. പക്ഷെ കോൾ ബൈ റെഫറൻസിൽ ഒരിക്കലും പറ്റില്ല, അഡ്രസ് ആണ് പാസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് വാരിയബിൾസ് തന്നെയായിരിക്കണം. ആംബസാന് വാരിയബിൾ അങ്ങനെയാണ് പാസ് ചെയ്യേണ്ട സിൻടാക്സ് വരിക. Then in call by value method, the changes made in the formal arguments do not reflect in actual argument. Formal argument and actual argument have different memory locations, so their changes would not affect each other. In call by reference method, they share common memory, which means the changes made in formal argument do reflect in actual argument. Then in call by value method, exclusive memory allocation is required for the formal argument. നമുക്കറിയാലോ സെപ്പറേറ്റ് മെമ്മറി വേണം. ആൻഡ് കോൾ ബൈ റെഫറൻസിൽ അത് വേണ്ട, ദേ ഷെയർ ദ കോമൺ മെമ്മറി. അപ്പോൾ ഇത്രയാണ് കമ്പാരിസൺ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് കോൾ ബൈ വാല്യൂ മെത്തേഡ് ആൻഡ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. ഇനി ഒരു ടോപ്പിക് കൂടെ നമ്മൾ നോക്കിയത് പാസിംഗ് അറേസ് ടു എ ഫംഗ്ഷൻ. അപ്പോൾ ഇതിൽ അറേസിൽ ഫംഗ്ഷൻസിലേക്കുള്ള ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നത് പറഞ്ഞു. ഇനി ആർഗ്യുമെൻ്റ് ആയിട്ട് സിമ്പിൾ വാല്യൂസ് ഒക്കെ പാസ് ചെയ്യുന്നത് കണ്ടു, ഇൻറ്റും ഫ്ലോട്ടും ഒക്കെ പാസ് ചെയ്യുന്നത് കണ്ടു. ഇനി ഹൗ ടു പാസ് ആൻ അറേ ആസ് ആർഗ്യുമെൻറ്റ് ടു എ ഫംഗ്ഷൻ. ഒരു അറേനെ ആർഗ്യുമെൻ്റ് ആയിട്ട് എങ്ങനെ പാസ് ചെയ്യാൻ നോക്കാനാണ് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പോൾ ഒരു ഇൻറ്റ് മിൻ അറേ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ആണ്. ഇത് കണ്ടോ, ഇതൊരു ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് ആണ്. നെയിം ഇസ് മിൻറ്റ് അറേ. ദെൻ ദീസ് ആർ ദ പാരാന്തസിസ്. ഈ പാരാന്തസിസിൻ്റെ അകത്ത് വി ക്യാൻ സീ two arguments, right? And among them, one argument is an array, another argument is a simple variable. And the simple variable is of int type and name is size. And this is an array. So we are passing an array as argument to a function. So simply write the type of the array name, then this square bracket. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്യാം. അതല്ല ഇങ്ങനെ എഴുതാനാണ് കാണുന്നത് കേട്ടോ. ഇൻറ്റ് ജസ്റ്റ് ഒരു അറേ ആണെന്ന് കാണിക്കാൻ ഒരു ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രേസസ് ഇട്ടാൽ മതി. ദെൻ ഇൻ്റെ സൈസ്, അറേൻ്റെ സൈസ് നമുക്ക് ഇവിടെ കൊടുക്കുക. സൈസാണ് ഈ ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. ദെൻ ഇവിടെ ഇൻറ്റ് മിൻ ഇസ് ഈക്വൽ ടു, നമ്മൾ ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു അറേയിലെ ഏറ്റവും മിനിമം എലമെൻറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. ഫോർ ദാറ്റ് വി ആർ സെറ്റിംഗ് the very first element of array as minimum element, and next we are going to do is to compare each element with that minimum element, and if the new element is minimum, which means new element is lesser, we can change the min value of min to that new element. അപ്പോൾ ഇങ്ങനെയാണ് ഓപ്പറേഷൻസ് നടന്നു പോണത്. അതായത് ഒരു അറേയിലെ എലമെൻറ്റ്സ് കിട്ടും. അപ്പോൾ അതിലെ ഏറ്റവും ആദ്യത്തെ എലമെൻറ്റിനെ മിനിമം ആക്കി സെറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഓരോ എലമെൻറ്റ്സ് ആയിട്ടും ഈ മിനിമംസ് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. എവിടെയാണോ ഇതിനേക്കാളും ചെറിയ നമ്പർ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, മിനിമം എന്നുള്ളത് അവർക്ക് കൊടുത്തു. അങ്ങനെയാണ് ഇവിടെ കമ്പാരിസൺ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഇൻറ്റ് മിൻ ഇസ് ഈക്വൽ ടു അറേ ഓഫ് 0, ഫസ്റ്റ് എലമെൻറ്റ് മിന്നാക്കി വെച്ചു. ദെൻ ഇൻറ്റ് ഐ ഈക്വൽ ടു 0, ഐ ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ സൈസ് ഐ പ്ലസ് പ്ലസ്. ഇപ്പോൾ 1 to അറേ സൈസ് വരെ നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യുകയാണ്. എന്താ ചെയ്യുന്നത്, ഈ മിനിമം അറേ ഓഫ് മിനിമത്തിനേക്കാളും ചെറുതാണോ നോക്കുക. ഇഫ് മിനിമം ഗ്രേറ്റർ ദാൻ അറേ ഓഫ് ഐ, ദെൻ മിൻ ഈക്വൽ ടു അറേ ഓഫ് ഐ. ഓക്കെ, അതായത് മിനിമം എന്ന് നമ്മൾ സെലക്ട് ചെയ്ത സംഭവം ഏതെങ്കിലും ഒരു അറേ എലമെൻറ്റിനേക്കാളും വലുതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ അറേ എലമെൻറ്റിനെ മിനിമം ആക്കി സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഓപ്പറേഷൻ വരുന്നത്. നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യും, മിനിമം എലമെൻറ്റ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഇവിടെ കാണാമല്ലോ റിട്ടേൺ മിൻ. അപ്പോൾ അറേയിലെ മിനിമം എലമെൻറ്റ് റിട്ടേൺ ചെയ്യുകയും ചെയ്യും. ഇത് ഫംഗ്ഷൻ്റെ പാർട്ടാണ്. ഇനി മെയിനിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇൻറ്റ് മെയിൻ ഇൻറ്റ് ഐ ഈക്വൽ 0, മിൻ ഈക്വൽ ടു 0. അപ്പോൾ രണ്ട് വാരിയബിൾ ഉണ്ട്. ഇനി ഇതിൻ്റെ നമ്പേഴ്സ് അറേ. അപ്പോൾ അറേ ആണ് ഈക്വൽ ടു നമ്മൾ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നു 457389. അപ്പോൾ ഇതാണ് വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അറേ ആയി. ഇനി ഫംഗ്ഷൻ കോളാണ്. നമ്മൾ ഈ മിൻ അറേ എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. മിൻ ഇസ് ഈക്വൽ ടു മിൻ അറേ ഓഫ് നമ്പേഴ്സ് 6. അപ്പോൾ ഈ നമ്പേഴ്സ് എന്നുള്ള അറേയും പാസ് ചെയ്യുന്നുണ്ട്. ദെൻ ആ അറേൻ്റെ സൈസ് മാക്സിമം സൈസും പാസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ഓഫ് മിനിമം നമ്പർ ഇസ്. അപ്പോൾ ഇത് മിൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ്, അതായത് നമ്മളുടെ മിൻ അറേ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ആ വാല്യൂ മിന്നിലോട്ട്
എടുക്കാം. ദെൻ നമുക്കത് പ്രിന്റ് ചെയ്യാം. മിനിമം നമ്പർ ഇസ് മിൻ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യാം. റിട്ടേൺ 0 അല്ല എൻഡ് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. ഹൗ ടു പാസ് ആൻ അറേ ആസ് ആർഗ്യുമെന്റ് ടു എ ഫംഗ്ഷൻ. അതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ കാര്യം വി നീഡ് ടു സ്പെസിഫൈ ദിസ് അറേ. This argument as array. For that use square braces. So int array name, after array name we need to use a square braces, 2 square braces. So int array or array. അതാണ് ഒരു കാര്യം. പിന്നെ എല്ലാം നോർമൽ ഫങ്ഷനിങ് ആണ്. ആൻഡ് ഇവിടെ ഒരു അറേ നമ്മൾ പാസ് ചെയ്യാനായിട്ടുള്ള അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമല്ലോ. ഇൻ ഫംഗ്ഷൻ കോൾ ഡു നോട്ട് യൂസ് ദിസ് കേർലി ബ്രേസസ് ഓർ എനി ടൈപ്പ് ഓഫ് array notations. Okay, simply use the variable name itself. Min array of numbers, 6. അത് കാണുമ്പോൾ നമുക്ക് 2 വേരിയബിൾ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നു എന്നേ തോന്നുള്ളൂ. ബട്ട് ആക്ച്വലി ദിസ് നമ്പേഴ്സ് ഇസ് എൻ അറേ. അത് നമുക്ക് ഇവിടെ കാണാം. നമ്പേഴ്സ് ഇസ് എൻ അറേ ആൻഡ് വി ആർ പാസിംഗ് ദിസ് വാല്യൂ ഇൻ ടു എൻ അറേ. നമുക്കിവിടെ ഫംഗ്ഷൻ ഡെഫിനിഷനിലും കാണാം ഇൻറ്റ് അർ എന്ന് പറഞ്ഞൊരു വേരിയബിളിലോട്ടാണ്, ഒരു അറേ വേരിയബിളിലോട്ടാണ് നമ്മളിത് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും അത് അറേ ആയിട്ട് കാണിക്കണം. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ അറേ ആയിട്ട് കാണിക്കണം. അതുപോലെ നമ്മൾ ഒരു അറേ ക്രിയേറ്റ് ചെയ്യണം, അപ്പോഴും അറേ ആയിട്ട് കാണിക്കണം. ദെൻ അത് പാസ് ചെയ്യുന്ന സമയത്ത് മാത്രം അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. പാസ് ചെയ്യുമ്പോൾ നമുക്ക് അറേ ആണ് കാണിക്കേണ്ട ആവശ്യമില്ല. പാസ് ചെയ്യുമ്പോൾ ജസ്റ്റ് യൂസ് ദ അറേ നെയിം. മിൻ അറേ ഫംഗ്ഷൻ കോളിൻ്റെ സമയത്ത് മിൻ അറേ ഓഫ് നമ്പേഴ്സ്, 6 എന്നാണ് നമ്മൾ ഫംഗ്ഷൻ കോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അറേൻ്റെ നെയിം ജസ്റ്റ് സ്പെസിഫൈ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ അറേൻ്റെ നെയിം, അപ്പോൾ അതായത് ആ അറേനെ നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ കാണാം ഇൻറ്റ് അറേ എന്നുള്ള അറേ ഡെഫിനിഷൻ കാണാം. അപ്പോൾ ആ അറേയിലോട്ട് കോപ്പി ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് പാസ് എൻ അറേ ടു എ ഫംഗ്ഷൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ട് ആർ ആർഗ്യുമെന്റ്സ് എന്നായിരുന്നു. ആർഗ്യുമെന്റ്സ് എന്ന ഫംഗ്ഷൻ, ആർഗ്യുമെന്റ്സിന്റെ ആക്ച്വൽ ആർഗ്യുമെന്റ്, ഫോർമൽ ആർഗ്യുമെന്റ്, ഡമ്മി ആർഗ്യുമെന്റ്സ് എന്നുള്ള കാറ്റഗറി. ആഫ്റ്റർ ദാറ്റ് പാസിംഗ് ആർഗ്യുമെന്റ്സ്, അതിനകത്ത് കോൾ ബൈ വാല്യൂ മെത്തേഡ് ആൻഡ് കോൾ ബൈ reference method. After passing arrays to a function, how to pass array to a function. അപ്പോൾ ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. Hope that concept is clear. Thank you.